നമ്മളെ വളർത്തി വലുതാക്കിയ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പാരൻസ്. നമുക്കാർക്കും ഡിനൈ ചെയ്യാൻ പറ്റാത്ത, നമ്മളിപ്പോൾ എന്താണോ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും നമ്മളെ പാരൻസാണ്. നമ്മളിപ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മളെപ്പോഴും പറയും നമ്മളെല്ലാവരും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും തനിച്ചാണെന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ പാരൻസുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം. നമ്മളുടെ വിഷമങ്ങളിൽ അതേപോലെ അല്ലെങ്കിൽ അതിലേറെ കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ പാരൻസിനാണ്. അപ്പോൾ അവരിലോട്ട് നമുക്ക് എല്ലാ ആളുകൾക്കും ഫീൽ ചെയ്യുന്നപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്തൊരു ഫിലിം സ്റ്റാറിൻ്റെ ഈസ് എ വില്ലൻ, പുള്ളിൻ്റെ ഒരു സ്റ്റോറി കണ്ടു. പുള്ളി അമ്മക്ക് മരങ്ങൾ ഇഷ്ടമായിരുന്നു. പുള്ളി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കാടുകൾ വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അയാൾ കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ്, അമ്മക്ക് കൊടുത്ത ഗിഫ്റ്റ് അതാണ്. പക്ഷെ അത് അമ്മേൻ്റെ മരണകാലത്തിന് ശേഷമാണ്. അയാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാണ് സ്ക്രീനിങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഒരു 30+ ഏജ് കഴിഞ്ഞിട്ടുള്ളൊരു വുമൻ, അവരുടെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് സാറിന് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടോ? സ്ത്രീകളും സ്ക്രീനിങ്ങിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റുന്ന ആളുകളല്ല. പലപ്പോഴും ലേഡീസ് അവരുടെ ഹെൽത്തിൻ്റെ കേസിൽ കുറച്ചും കൂടിയും ബാക്ക് സീറ്റിലാണ് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ കുടുംബത്തിലുള്ള നമ്മളുടെ ഭാര്യമാരും നമ്മളുടെ പെങ്ങന്മാരും അടങ്ങുന്ന ആ യങ് ആയിട്ടുള്ള ആ ഒരു സമൂഹത്തിൽ തന്നെ ബാധിക്കാവുന്ന ക്യാൻസറുകളാണ് ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, യൂട്രസിൻ്റെ ക്യാൻസറുകളൊക്കെ. എന്നാൽ തന്നെ അതിൽ നിന്ന് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത വേറെ ചില അസുഖങ്ങളാണ് ഹാർട്ട് അറ്റാക്കും ലങ് ഡിസീസുകളൊക്കെ. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് സ്ത്രീകളെയും കൂടി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് ലങ്സിലെ ക്യാൻസർ പോലുള്ള COPD പോലുള്ള അസുഖങ്ങൾ കൂടുതലും ഒരു മെൻ ഡിസീസായിരുന്നു. കാരണം അതൊരു സ്മോക്കിംഗ് മാത്രം റിലേറ്റ് ചെയ്തിട്ട് വരുന്ന അസുഖമായിരുന്നു. പക്ഷേ ഫീമെയിൽസിൻ്റെ ജനിതകമായിട്ടുള്ള കാരണം കൊണ്ടും ഏഷ്യൻ ജനിതകമായിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ലങ് ക്യാൻസറൊക്കെ ഇന്ന് സ്ത്രീകളിലും വളരെ വ്യാപകമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരിക്കലും പെണ്ണുങ്ങളും അല്ലെങ്കിൽ ലേഡീസ് ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട ആളുകളല്ല. അവരും സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. സോ ഫോർ മെൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹാർട്ടിൻ്റെ ഹെൽത്തിനായിരിക്കും. കുറച്ചും കൂടെ ഫീമെയിൽസിൽ മെൻസ്ട്രൽ സൈക്കിള് അല്ലെങ്കിൽ ഹോർമോൺസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കമ്പയർഡ് ടു അൺടിൽ അൺലെസ് സ്ട്രോങ് ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ലെങ്കിൽ ഒരു ഏർലി MI ഫീമെയിൽസിന് വളരെ കുറവാണ്, മെന്നിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ബാക്കി നമ്മളെ ലിവർ, കിഡ്നി, പാൻക്രിയാസ് ഇതുപോലുള്ള ക്യാൻസേഴ്സ് ഈക്വലി കോമൺ ആണ്. ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസേഴ്സ്, BPH തന്നെ നമുക്ക് ബിനൈൻ ആയിട്ടുള്ള ഒരു എൻലാർജ്മെൻ്റ് ആണ് പ്രോസ്റ്റേറ്റിൻ്റെ. അതൊക്കെ ഏകദേശം ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ വെരി കോമൺ ഫൈൻഡിങ് ആണ് ഇൻ മെൻ. പിന്നെ ലൈഫ് സ്റ്റൈൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ കാർഡിയോവാസ്കുലാർ അസുഖങ്ങളുടെ ഏറ്റവും ദ മദർ ഓഫ് ഓൾ മെറ്റബോളിക് ഡിസീസ് എന്ന് പറയുക വിസറൽ ഫാറ്റ് ആണ്. അപ്പം അതും എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാം സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ് അവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, നമ്മളെ പാരൻസിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അവരുടെ ആക്റ്റീവ് ലൈഫിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ലൈഫിൽ ഇപ്പോൾ ഒരു ക്യാൻസർ വന്ന ആരും മുന്നേ നോക്കണ്ട എന്ന് ചിന്തിക്കില്ല. ഇത് മുന്നേ എനിക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഒരു കുറച്ച് നല്ല കാലം എൻ്റെ ഫാമിലീൻ്റെ കൂടെ കിട്ടിയേനേന്ന് ചിന്തിക്കും അല്ലേ. അത് നമ്മളാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് അങ്ങനൊരു ഡയഗ്നോസിസ് നമ്മളെ മുന്നിലേക്ക് ഇട്ട് തരുമ്പോൾ നമ്മളും ചിന്തിക്കും, ഇതെനിക്കൊരു ഇച്ചിരി നേരത്തെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കാലം കൂടെ ജീവിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എടുത്ത് പറയാണ്. സോ ഐ ഹാവ് സംവൺ ഹൂ ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഹൂ ഇസ് ഡയഗ്നോസ്ഡ് വിത്ത് സംതിങ്, ഒരു എൻഡ് സ്റ്റേജ് ആയിട്ട്. അപ്പം ആളെടുത്ത് മുന്നേ ഞാൻ സംസാരിക്കുമ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേ കാണുന്ന ആളാണ്. ഒരുപാട് ഡ്രീംസും ആസ്പിറേഷൻസും ലൈഫിൽ കുറച്ച് സെറ്റിൽഡ് ആയ ഒരാളാണ്. ആൻഡ് ഹീ ഈസ് വെരി സോഷ്യലി ആക്റ്റീവ് ഓൾസോ. ഈവൻ പൊളിറ്റിക്സിലാണെങ്കിലും ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു.
പക്ഷെ ഒരു പോയിന്റിൽ ലൈഫ് ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എടുക്കുന്നു അറിയില്ല. അതേപോലെ ഇൻ ഹിസ് ഏർലി 40s ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് സംതിങ്, ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത്. അപ്പം ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്നെല്ലാം ഒരു മറയുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഇപ്പം ഞാൻ അതേ ആളടുത്ത് സംസാരിക്കുമ്പം ആ പഴയ ഹോപ്പും ഡ്രീംസും ഒന്നും കണ്ണിലില്ല. ഫോർ ഹിം ഇറ്റ് വാസ് ഒൺലി ദാറ്റ് കുറച്ച് മുന്നേയൊക്കെ ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഈ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നില്ലേ, അപ്പോൾ ഇങ്ങനത്തതൊക്കെ നമുക്ക് മുന്നേ കണ്ടുപിടിക്കാനൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ലേ കുറച്ചും കൂടെ. ഇപ്പോൾ ആൾക്ക് ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പഴയ ഇൻട്രസ്റ്റ് ഒക്കെ പോയി എന്നുള്ളതാണ്. ബിക്കോസ് ഹെൽത്ത് അത് ആ ഇൻഡിവിജ്വലിൻ്റെ മേലുള്ളത് മാത്രമല്ല, ആളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ബേർഡൻ. ഒന്ന് ഫിസിക്കലി നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്, സെറ്റ്സ് ഓഫ് കീമോ, റേഡിയേഷൻ എല്ലാം. അതിൻ്റെ പുറമെ അത് ഉണ്ടാക്കുന്ന ഒരു മെൻ്റൽ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ദാറ്റ് വിൽ പുട്ട് ഒരു പേഴ്സണെ വളരെ അടിയിലേക്ക് ആക്കും എന്നുള്ളത്. അതിൻ്റെ കൂടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ബേർഡൻ അതും ഭയങ്കര വലുതാണ്. അപ്പം ഇതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ നേരത്തെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ലേ. ഫോർ മീ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അതെനിക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷനുമാണ്. കാരണം എനിക്ക് ഇടയ്ക്കെങ്കിലും തോന്നാറുണ്ട് ആ കാര്യം. ബിക്കോസ് വൺസ് ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ദാറ്റ്, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഹി വാസ് വെരി ക്ലോസ് ടു മീ, ഹി സ്റ്റിൽ ഇസ്. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അത് എത്തിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലീൻ്റെ കൂടെയുള്ള ടൈം, ആ ഒരു ഹാപ്പിനെസ് എന്നും നിലനിർത്തി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സംതിങ് ഗ്രേറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഇത്രയും കാലം നോക്കിയത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇത്രയും വളർത്തി വലുതാക്കിയത് നമ്മളെ പേരൻസ് തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹവും എത്ര കാലത്തോളം അവരെ ആരോഗ്യത്തോടെ കിട്ടും എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഈ ഒരു സ്ക്രീനിങ് തന്നെയാണ്. അവർ ചിലപ്പം അറിയാം ഏജായി, അല്ലെങ്കിൽ അവരൊരു സ്ക്രീനിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് ഒന്നും എടുക്കുന്ന ഒരു പ്രായമായിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ വേണം അവരെ പറഞ്ഞ് തിരുത്താൻ. എനിക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറയാറുണ്ട്. സ്റ്റിൽ ദേ ഹാവ് ദാറ്റ് ഫിയർ ഓഫ് നോയിങ് എന്നുള്ളതാണ്. എന്തെങ്കിലും ഉണ്ടായാൽ ഞാനൊരു രോഗിയായി മാറുമോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തുണ്ടെങ്കിലും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നത് അത് വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ അതിനൊരു എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് ആ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്കറിയാം ഒരുപാട് സ്ക്രീനിങ് ക്ലിനിക്സുകളുണ്ട്. ഹോസ്പിറ്റൽസ് എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും പുറത്തായിട്ട് ഒരുപാട് ക്ലിനിക്സ് നമ്മൾ കാണാറുണ്ട്. വാട്ട് മേക്സ് നൂറ എ ഡിഫറെൻറ്റ് സ്ക്രീനിങ് ക്ലിനിക്? ഡോക്ടർ ലുബ്ന പറഞ്ഞ പോലെ തന്നെ ഒരു പ്രയോറിറ്റൈസേഷൻ്റെ ഒരു പാർട്ടുണ്ട് ഇതിൽ. ഇപ്പോൾ യൂഷ്വൽ ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചൊന്നൊരു ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയിലോട്ട് പോവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ചെറിയ വൂണ്ട് ഇൻഫെക്ഷൻ മാത്രം മതിയായിരുന്നു നമ്മളുടെ ഒരാളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറി മറിയാൻ. കാരണം ചെറിയൊരു മുറിവുണ്ടെങ്കിൽ തന്നെ നമ്മൾ മരിക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇന്ന് മോഡേൺ മെഡിസിൻ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറൻറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽസിനെയും ക്ലിനിക്സിനെയും, അവരുടെ ഒരു പ്രയോറിറ്റി കൂടുതലും ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് തന്നെയാണ്. ഒരു രോഗം കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇന്ന് നമ്മളുടെ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു ബാക്ക് സീറ്റിൽ പോകുന്നൊരു കാര്യമാണ് സ്ക്രീനിങ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് എന്ന് പറയുന്നതിനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് ഒരു സ്ട്രേഞ്ച്നെസ് ഉണ്ടാവും. കാരണം അവിടുത്തെ പ്രയോറിറ്റി എമർജൻസീസും, അവിടുത്തെ പ്രയോറിറ്റി എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ICU വാർഡുകളും അതല്ലെങ്കിൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടത്ത് പൊതുവിൽ ആളുകൾ വരാൻ അത്ര കണ്ട് താല്പര്യപ്പെട്ടോളണമെന്നില്ല. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് സ്പേസസ് അതിനായിട്ട് പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഒരു രീതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ കംഫർട്ട് ഉണ്ടാവണം, ആളുകൾക്ക് ഈസി ആയിട്ട് വരാൻ തോന്നുന്ന ഒരു ഇടമായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറയിൽ പ്രത്യേകിച്ച് മാറ്റി നിർത്തുന്ന ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറയിലുള്ള
ടൂളുകൾ നമ്മൾ സ്ക്രീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടൂളുകളാണ്. അതിലെനിക്ക് എടുത്തു പറയാനുള്ളത് അൾട്രാ ലോഡോസ് CT എന്ന് പറയുന്നത്. ഇപ്പോൾ CT സ്കാൻ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് CT സ്കാൻ എന്ന് പറയുന്ന ഇമേജിംഗ് ടൂൾ മോഡേൺ മെഡിസിനെ ഒരു പരിധിക്കപ്പുറം ഇന്ന് വലുതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു ടെക്നോളജിയാണ്. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷനാണ്. അപ്പോൾ റേഡിയേഷൻ വളരെ മിനിമൈസ് ചെയ്തിട്ടുള്ള ഒരു CT സ്കാനാണ് അൾട്രാ ലോഡോസ് CT. എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റേൻ്റെ അതേ റേഡിയേഷൻ ലെവല് നമ്മളൊരു CT സ്കാൻ എടുക്കുമ്പോൾ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ CT സ്കാൻ എടുക്കുന്നതിൽ ഒരു എക്സ്റേൻ്റെ അതേ റേഡിയേഷനെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ലങ്സിനെ പറ്റിയിട്ടും ഹാർട്ടിനെ പറ്റിയിട്ടും ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ ഏറ്റവും ബെസ്റ്റ് CT സ്കാനാണ്. നമ്മൾ സാധാരണ രീതിയിൽ സ്ക്രീനിങ് ചെയ്യുമ്പോൾ ലങ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്റേക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് CT സ്കാനാണ്. പക്ഷേ ആ CT സ്കാനിന് റേഡിയേഷൻ നമ്മളൊരു എക്സ്റേ ലെവലിലേക്ക് കൊടുക്കുന്നുള്ളൂ. ഇതാണ് ന്യൂറയെ പ്രധാനമായിട്ട് മാറ്റി നിർത്തുന്നത്. ന്യൂറയിൽ കംപ്ലീറ്റ്ലി ന്യൂറ ഫെസിലിറ്റിയും ന്യൂറയിലെ ടെക്നോളജിയും കംപ്ലീറ്റ്ലി പ്രയോറിറ്റൈസ്ഡ് ഫോർ സ്ക്രീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്കം കുറച്ചും കൂടിയും ബെറ്റർ ആവും, അക്യുറസി കുറച്ചും കൂടിയും ബെറ്റർ ആവും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രയോറിറ്റൈസേഷൻ പറയുന്ന പോലെ ആൾക്കാർക്ക് ഒരു 2 മണിക്കൂർ ഒരു മൂവി കാണാൻ ഒരാൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ 2 hours മതി നമ്മളടുത്ത് വന്നൊന്ന് നൂറയിൽ സ്ക്രീൻ ചെയ്ത് പോകാനായിട്ട്. സോ ഇൻ 120 minutes നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ക്രീനിങ്ങും അതേപോലെ ഇപ്പോഴത്തെ ഒരു ഡോക്ടർ കൺസൾട്ടേഷനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആൻഡ് ഇറ്റ് ഈസ് നോൺ ഇൻവേസീവ് ഓൾസോ. ആൾക്കാർ പേടിക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ട് അതിൽ. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെയുള്ള ആ ഒരു റഷും എപ്പോഴും എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടേഴ്സിനെയും പോലീസുകാരെയും പേടിക്കുന്നു അറിയില്ല, അതേപോലെ ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവർക്കും പേടിയാണ്. ഇവിടെ വെരി കംഫർട്ടബിൾ ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹോൾ പ്രോസസ്സ് ഭയങ്കര സീംലെസ് ആൻഡ് സ്മൂത്തിങ് ആണ്. അപ്പം ഒരു പേടീൻ്റെ ആവശ്യമില്ല അതിൽ. മേ ബി ഒരു ബ്ലഡ് എടുക്കാൻ ഒരു ചെറിയൊരു സൂചി ഉണ്ടാവും, അതിലപ്പുറം ഒന്നുമില്ല. എല്ലാം വെരി നോൺ ഇൻവേസീവ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ പേടീൻ്റെ ഒരു എലമെൻ്റ് ആവശ്യമില്ല. 2 സമയം ഒരു മൂവി കാണാനുള്ള സമയം ആലോചിച്ചാൽ മതി. അത് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ദേ ക്യാൻ ഹാവ് എ ചെക്ക് ഓൺ ദെയർ ഹെൽത്ത്. ഓക്കെ. സോ നമുക്കറിയാം, പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, മോസ്റ്റ്ലി യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഞാനിപ്പോൾ സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വെറുതെ എന്തിനാണ് പൈസ കളയുന്നത്, അങ്ങനൊരു മെൻറ്റാലിറ്റി. ആക്ച്വലി അങ്ങനെ ഒരു പൈസേൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് അങ്ങനെ സ്ക്രീൻ ചെയ്യാതിരിക്കുന്നത് ശരിക്കും തെറ്റല്ലേ? സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ 60 വയസ്സ് 65 വയസ്സിന് മേലെ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് അഭിമുഖീകരിക്കാത്ത ഒരുപാട് അസുഖങ്ങൾ ഇന്ന് ഏജിങ്ങിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏർലി ഡിറ്റക്ഷൻ എത്രത്തോളം ഏർലി ആവുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, ബാംഗ്ലൂർ സെൻറ്ററിൽ നമുക്ക് ഒരു ഗസ്റ്റ് വന്നത്, നമ്മളറിയുന്നത് ആ പുള്ളി നമ്മളോട് പറയുന്നൊരു സ്റ്റോറിയാണ്. ഹി കെയിം, നമ്മളവിടെ സ്ക്രീൻ ചെയ്തു, നമ്മൾ ഡിറ്റക്ട് ചെയ്തത് അയാളുടെ കിഡ്നിയിലുള്ളൊരു ക്യാൻസർ ആയിരുന്നു. ഇറ്റ് വാസ് ഇൻ ദ ഏർലി സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഡിറ്റക്ട് ചെയ്തു, അതിൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഹീസ് നൗ, പുള്ളി US തിരിച്ചെത്തി വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു, അപ്പോൾ ഏകദേശം ഇത് സംഭവിച്ചിട്ടൊരു 6 months കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ അറിയുന്നത്. അതറിയുന്നത് ഇയാളുടെ ബ്രദർ ബാംഗ്ലൂർ ന്യൂറോ സെൻറ്ററിൽ വീണ്ടും അയാളുടെ സ്ക്രീനിങ്ങിന് വരുമ്പോഴാണ് ഈ ബ്രദറാണ് ഇത് നരേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നേരത്തെ ഹീസ് അറൗണ്ട് 40 years. ഓക്കെ, ഞാൻ അതിനപ്പുറം എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്, ബട്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി പറയാം. അയാളുടെ ജീവിതം കീഴ്മേൽ മറിയുമായിരുന്നു, മേ ബി ഇഫ് ഹി വെയിറ്റഡ് ഫോർ സം മോർ ഇയേഴ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞ് സിംറ്റമാറ്റിക് ആവുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ക്യാൻസർ ഓൾറെഡി 3rd സ്റ്റേജിലോ 4th സ്റ്റേജിലോ എത്തിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ US ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അവർ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ അവരുടെ ഫാമിലി അടക്കം കംപ്ലീറ്റ്ലി കീഴ്മേൽ മറിക്കാവുന്ന ഒരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഒരു അസുഖമാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്കത് മാറ്റിക്കളയാൻ പറ്റിയത്. ഇതിൽ ഇത്രയും എഫക്റ്റ് ഉണ്ടാവാൻ കാരണം അത് വളരെ ഏർലി സ്റ്റേജ് ആയതുകൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം ഏർലി ആവുന്നു അത്രത്തോളം നല്ലതാണ്. അതുകൊണ്ട് ഒരു 35 വയസ്സിന് ശേഷം സ്ക്രീനിങ്
അതും പീരിയോഡിക്കായിട്ട് സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ. എനിക്ക് അസുഖം വരില്ല എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കാൻ പാടില്ല. ഒരു 50 രൂപ ഒരു ദിവസം മാറ്റി വെക്കാൻ, ഒരു 365 ഡേയ്സിൽ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ആനുവലി എല്ലാവർക്കും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തൂടെ? സോ അത്രേ ഉള്ളൂ. സോ ദേ ഹാവ് ടു തിങ്ക് അബൌട്ട് ദെയർ ഹെൽത്ത്. അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഹെൽത്ത് എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളൊരു റിയലൈസേഷനാണ് ആക്ച്വലി വേണ്ടത് എന്നുള്ളത്. ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ന്യൂറോനെ പറ്റിയിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി മറന്നേക്കാം. സ്ക്രീനിങ് എന്ന് പറയുന്നത് ഒരു കൾച്ചറായിട്ട് നമ്മൾ സൊസൈറ്റി ഏറ്റെടുക്കണം. ഇന്ന് ഗവൺമെൻറ് ഫെസിലിറ്റീസിലും ചില രീതിയിലുള്ള സ്ക്രീനിങ്ങുകളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം CT വെച്ചിട്ടുള്ള സ്ക്രീനിങ്ങിന് പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്റേ വെച്ചിട്ടില്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യണം. മാമോഗ്രാംസ് ഇന്ന് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പബ്ലിക് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ചെറിയ രീതിയിൽ ക്ലിനിക്സിലടക്കം മാമോഗ്രാംസ് അവൈലബിൾ ആണ്. ന്യൂറയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷനാണ്. ഒരുവിധം എല്ലാ അസുഖങ്ങളെയും കവർ ചെയ്യുന്ന സ്ക്രീനിങ് ആണ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ സമയം പോലെ തന്നെയാണ്. നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ ചിലവഴിക്കുന്ന സമയം നമുക്ക് കുറഞ്ഞ സമയമേ നമ്മൾ നഷ്ടപ്പെടുന്നുള്ളൂ എന്ന് തോന്നും. ചില എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു 10 മിനിറ്റ് വളരെ ബുദ്ധിമുട്ടേറിയ പ്രശ്നമാണെന്ന് തോന്നും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ എന്തിന് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു പ്രയോറിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ലൈഫിലുണ്ടെങ്കിൽ സ്ക്രീനിങ് നമുക്ക് ഒഴിച്ചുവിടാനാവാത്തൊരു, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഓപ്ഷൻ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാക്കണം അതിന് ഇമ്പോർട്ടൻസ്. അതെ അതെ.